ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ഒരു പുഡിംഗ് ആണ് കേട്ടോ. മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ടേസ്റ്റുള്ള ഒരു പുഡിംഗ് തന്നെയാണിത്. അപ്പോൾ ഈസി ആയിട്ട് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് വീഡിയോയിൽ മൊത്തത്തിൽ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ആ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കസ്റ്റാർഡ് പൗഡർ എടുക്കുന്നുണ്ട് കേട്ടോ. 3 ടേബിൾ സ്പൂൺ ഞാൻ വാനിലയുടെ കസ്റ്റാർഡ് പൗഡറാണ് ഈ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഞാൻ 1/2 ലിറ്റർ പാല് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 1/2 ലിറ്റർ പാലിലാണ് ഞാൻ ഈ ഒരു പുഡിംഗ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും കുറച്ച് പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ കസ്റ്റാർഡ് പൗഡറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പെട്ടെന്ന് ഡയറക്റ്റായിട്ട് തന്നെ നമ്മൾ മൊത്തത്തിലുള്ള പാലിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സൈഡിലേക്ക് വെക്കാം. ഇനി അതിലേക്ക് കുറച്ച് വാനിലയുടെ എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലേവറും കാര്യങ്ങളും കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാനിത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 5-6 ഡ്രോപ്പ് അത്രയും മതി. അതൊരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പാല് ഞാനിതൊന്ന് ചൂടാക്കി എടുക്കട്ടെ കേട്ടോ. ജസ്റ്റ് ഒന്നങ്ങ് ചൂടായി വരുന്ന സമയത്ത് ഞാനതിലേക്ക് ഇനി കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ഉള്ള ഒരു പുഡിങ്ങാണ് കേട്ടോ. പുഡിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം മധുരം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. പിന്നെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പാലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടി പിടിക്കാൻ ചാൻസ് ഇല്ലല്ലോ. അതുകൊണ്ടാണ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നത്. ഇനി പാല് നല്ല രീതിയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കസ്റ്റാർഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു കൈ കൊണ്ട് ഇതുപോലെ നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കണം. ഒരു കൈ കൊണ്ട് ഒഴിക്കുകയും ഒരു കൈ കൊണ്ട് മിക്സാക്കി കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി കൈ എടുക്കാതെ ഇതുപോലെ നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കാം. ഒരു 2-3 മിനിറ്റിന് ശേഷം കറക്റ്റായിട്ട് സെറ്റായി കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതുപോലെ അങ്ങ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് ഞാനിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് കേട്ടോ. ഒന്നുകൂടി ഒന്ന് കട്ടിയായിട്ടുള്ള പുഡിങ്ങാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എങ്കിൽ ഒരു 2-3 മിനിറ്റും കൂടി കൂടുതൽ ടൈം എടുത്തിട്ട് ഒന്നിങ്ങ് വറ്റിച്ചെടുത്താൽ മതി. ഇനി ആ സമയം കൊണ്ട് ഞാനിതിലേക്ക് ഒരു ട്രേയിലേക്ക് കുറച്ച് ബട്ടർ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അതിലേക്കാണ് ഞാനിങ്ങ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പുഡിങ് ആകുന്ന സമയത്ത് അപ്പം തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചൂടാറേണ്ട ആവശ്യമൊന്നുമില്ല. ആ ടൈമിന് തന്നെ നമുക്ക് ഈ ഒരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനതൊരു 2 മിനിറ്റിന് ശേഷം കേട്ടോ ഇതിൻ്റെ മുകളിലായിട്ട് ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പം തന്നെ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് നട്ട്സോ അല്ലെങ്കിൽ ചെറിയോ എന്തെങ്കിലും നിങ്ങൾക്ക് ഫ്രൂട്ട്സ് എന്തെങ്കിലും അനാറൊക്കെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 2 മിനിറ്റിന് ശേഷമാണ് ഇതൊന്ന് വെച്ച് കൊടുക്കുന്നത്. അതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. അടച്ചു വെച്ചിട്ട് 2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. ഫ്രീസറിലേക്ക് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടിക്കോളും. എന്നിട്ട് നമുക്ക് അതും സെർവ് ചെയ്യാവുന്നതേ കേട്ടോ. അപ്പോൾ ഗസ്റ്റ് വരെയൊക്കെ ആണെങ്കിൽ 2 മണിക്കൂർ മുമ്പേ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് സെറ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നുള്ളൊരു പുഡിങ് തന്നെയാണിത്. അപ്പോൾ ഇതുപോലെ ഒന്ന് പുഡിങ് തയ്യാറാക്കി നോക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ കിടിലൻ ടേസ്റ്റുള്ളൊരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിനേക്കാളും നല്ല കിടിലൻ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്